എന്തുകൊണ്ടാണിങ്ങനെ നിൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടാക്കിയത്? ഇവയെക്കുറിച്ചെല്ലാം നിനക്കറിയില്ലേ? നിനക്ക് വാസ്തവത്തിൽ നിൻ്റെ രോഗത്തിൻ്റെ ഭാഗമായിട്ട് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളെയും ആ രോഗം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ശരിയായ വണ്ണം ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നീ പറയുന്ന ഒരു കാര്യത്തിനും യുക്തിയില്ല. നിൻ്റെ ചിന്തകളെല്ലാം വെറും നിൻ്റെ രോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. നീ ചിന്തിക്കൂ. നീ ഈ പറയുന്ന മാതിരിയുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ, നിന്നെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, അങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ദൈവത്തിന് ഒരു അത്ഭുതം പ്രവർത്തിച്ച് നിൻ്റെ ജീവനെ രക്ഷപ്പെടുത്താൻ പാടില്ലേ? നിൻ്റെ രോഗം മാറ്റാൻ പാടില്ലേ? നീ എന്നും രാവിലെ ദൈവബലിക്ക് പോകുന്നു, പള്ളിയിൽ പോകുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഈശോയെ സ്വീകരിക്കുന്നു എന്നും പറയുന്നു എന്നും. എങ്കിൽ ആ ഈശോയ്ക്ക് എന്തുകൊണ്ട് നിന്നെ സൗഖ്യപ്പെടുത്താനാകുന്നില്ല? അപ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കാൻ വയ്യേ ഈ ദൈവം എന്നൊക്കെ പറയുന്നത് വെറും വിധിയാണെന്ന്? നീ പറയൂ നിൻ്റെ ദൈവത്തോട് നിന്നെ സുഖപ്പെടുത്താൻ. നീ ഒന്ന് സുഖപ്പെടൂ, അപ്പോൾ ഞാൻ നിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കാം. അതല്ലാതെ നിൻ്റെ വ്യർത്ഥമായ ജൽപ്പനങ്ങളിലൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടുകയില്ല. ചിരിച്ചുകൊണ്ട് ശാന്തമായ സ്വരത്തിൽ തൻ്റെ ആത്മസുഹൃത്തിൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് കാർലോ പറഞ്ഞു, ലോറൻസോ, ഒരുപക്ഷെ പ്രാർത്ഥിച്ചാൽ നീ ആഗ്രഹിക്കുന്ന മാതിരി എൻ്റെ അസുഖം ഒരുപക്ഷെ ഭേദമായേക്കാം. അങ്ങനെ നിൻ്റെ ഉള്ളിലുള്ള ഭയം, നിനക്ക് നിൻ്റെ ഒരു സുഹൃത്തിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം മാറി നിനക്ക് നിൻ്റെ ഈ സുഹൃത്തിനെ തിരിച്ചു കിട്ടിയേക്കാം. പക്ഷേ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, നിനക്കും മറ്റനേകം പേർക്കും ഒരു വിശുദ്ധനെ നഷ്ടപ്പെടും. എൻ്റെ രോഗം മാറി ഞാൻ ആരോഗ്യവാനായി തീർന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ എന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കാം, എന്നെ കൂടുതൽ സ്നേഹിച്ചേക്കാം. പക്ഷേ നിങ്ങൾക്ക് വലിയ ഒരു തീരാ നഷ്ടമുണ്ടാകും. നിങ്ങൾക്കൊരു വിശുദ്ധനെ നഷ്ടപ്പെടും. ലോറൻസോ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു, വിശുദ്ധൻ മണ്ണാങ്കട്ട. പറഞ്ഞ അല്പനേരം കാർലോ കണ്ണടച്ചിരുന്നതിന് ശേഷം തൻ്റെ സുഹൃത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എടാ ലോറൻസേ, ഞാൻ 2 കാര്യങ്ങൾ നിന്നോട് പറയട്ടെ, നീ ഒന്ന് കേൾക്ക്. ഇന്ന് ഒക്ടോബർ മാസം 9-ാം തീയതിയല്ലേ? ഈ ഒക്ടോബർ മാസം 12-ാം തീയതി, അതായത് 3 ദിവസങ്ങൾക്ക് ശേഷം, ഈ ഒക്ടോബർ മാസം 12-ാം തീയതി ഞാൻ മരിക്കും. ഞാൻ മരിച്ച് കൃത്യം 1 വർഷം തികയുന്ന ദിവസം നിനക്ക് മാനസാന്തരമുണ്ടാവുകയും യുക്തിവാദ ചിന്തകളെല്ലാം നീ ഉപേക്ഷിക്കുകയും നീ ഒരു കത്തോലിക്ക വൈദികനാവുകയും ചെയ്യും. തികച്ചും പുച്ഛത്തോടെ നിസ്സംഗഭാവത്തോടെയാണ് ലോറൻസോ ഇതെല്ലാം കേട്ടത്. ലോറൻസോ തുറന്നടിച്ചു പറഞ്ഞു, അസാധ്യം, ഇമ്പോസിബിൾ, ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നിൻ്റെ ഭാവനയാണിതൊക്കെ. നിൻ്റെ രോഗത്തിൻ്റെ ഭാഗമായിട്ട് നിനക്ക് എന്തോ ബുദ്ധിപൂർവ്വം സംഭവിച്ചിരിക്കുന്നു. ഇത് വെറും ഭാവനയാണ്. നീ 3 ദിവസം കൊണ്ട് മരിക്കാനും പോകുന്നില്ല. 1 വർഷം കഴിയുമ്പോൾ എന്നാ കാരണവശാലും എന്തു വന്നാലും എനിക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനൊരു വൈദികനാകുന്ന കാര്യം പോയിട്ട് കത്തോലിക്കനാകുന്ന കാര്യം പോലും എന്നെക്കൊണ്ട് ചിന്തിക്കുക വയ്യ. ഞാൻ മതവും ദൈവവുമെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ യുക്തിവാദ ചിന്തയുടെ പ്രചാരകനാണ്. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയേ ഉള്ളൂ. ഏതായാലും 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒക്ടോബർ മാസം 12-ാം തീയതി 3-ാം ദിവസം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ലോറൻസോ കേട്ടത്. അതായത് തൻ്റെ ആത്മസുഹൃത്ത് അവൻ പ്രവചിച്ചതുപോലെ തന്നെ 12-ാം തീയതി വെളുപ്പിന് അവൻ മരണപ്പെട്ടു. കാർലോയുടെ മൃതസംസ്കാര വേളയിൽ ലോറൻസോയും പങ്കെടുത്തു. പക്ഷേ ആ സംസ്കാര ചടങ്ങുകളെല്ലാം അവന് വെറും ബോറിംഗ് ആയിട്ടും വെറും മിഥിയായിട്ടും തോന്നി. അവൻ ഒരു മൂലയിൽ വെറുതെ ഇരുന്നു. അവൻ്റെ യുക്തിവാദ ചിന്തകൾ കാക്കാൻ കൂടിയതേ ഉള്ളൂ. അവൻ ചിന്തിച്ചു, ദൈവമെന്നൊന്നില്ല, ഇല്ല. ഇവിടെ കൂടിയവരെല്ലാം തങ്ങളുടെ അന്ധവിശ്വാസത്തെ ഈ കാർലോയുടെ മരണത്തെ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുകയാണ് വെറുതെ. അങ്ങനെ ഒരു കാര്യമില്ല. ഏതായാലും അവൻ ഒരു കാര്യം തീരുമാനിച്ചുറച്ചു. ഞാനിനി എൻ്റെ ഉപരിപഠനത്തിന് പോകുമ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന വിഷയം ഫിസിക്സ് തന്നെയായിരിക്കും. അങ്ങനെ ഫിസിക്സിലൂടെ സയൻസ് പഠിച്ച് ഞാൻ ലോകത്തിലുള്ള
മനുഷ്യരെ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കും. അനേകം യുവാക്കളിങ്ങനെ മതവിശ്വാസങ്ങളിൽ പെട്ട് ജീവിതം അന്ധകാരത്തിലായി അവർ ജീവിക്കുന്നുണ്ട്. അവരെയെല്ലാം രക്ഷിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ മിഷൻ, ഒരു ഉദ്യമം അവൻ തീരുമാനിച്ചുറച്ചു. അതുപോലെ തന്നെ അവൻ സയൻസ് ഐച്ഛിക വിഷയമായി എടുത്ത് പഠനം തുടർന്നു. കൂടുതൽ യുക്തിവാദ പ്രവർത്തനങ്ങളിൽ അവൻ പങ്കെടുത്തു. യുക്തിവാദ ചിന്തകളുള്ള പുസ്തകങ്ങൾ അവൻ വായിച്ചു. യുക്തിവാദ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അനേകം ഗ്രന്ഥകാരന്മാരുടെ പുസ്തകങ്ങൾ അവൻ ആർത്തിയോടെ വായിച്ചു തീർത്തു. അവൻ്റെ യുക്തിവാദ ചിന്തകൾക്ക് ശക്തി ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അടുത്ത വർഷം ഒക്ടോബർ മാസം 12-ാം തീയതി, അതായത് കാർലോയുടെ 1-ാം ചരമ വാർഷിക ദിനം. അവനന്ന് രാത്രി ഒരു 8 മണിയായപ്പോൾ, ഒക്ടോബർ മാസം 12-ാം തീയതി രാത്രി 8 മണിയായപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള തൻ്റെ സയൻസ് പരീക്ഷയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ചെല്ലാം അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവനിൽ എന്തോ ഒരു വിളി പോലെ, ഒരു മിന്നൽ പിണർ പോലെ, ഒരു വെള്ളിടി പോലെ എന്തോ മനസ്സിലേക്ക് ശക്തമായ കുറേ അവന് വിവരിക്കാനാവാത്ത ചിന്തകൾ കടന്നു വന്നു. പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിലേക്ക് എന്തോ ഒരു ചിന്ത, ഒരു ദൈവസ്നേഹം ഒഴുകി വരുന്നത് പോലെ അവന് തോന്നി. അവനുള്ളിൽ എന്തോ ഒരു പ്രകാശം നിറയുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. അവൻ കണ്ണടച്ചു തുറന്ന് ഒന്നുകൂടി നോക്കി. പക്ഷേ വീണ്ടും ഒരു ഉജ്ജ്വല പ്രകാശത്തിനകത്ത് അവനായിരിക്കുകയാണ്. അവനെന്തോ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു. അവൻ്റെ കണ്ണിലൂടെ കുടുകുട കണ്ണുനീരൊഴുകാൻ തുടങ്ങി. വളരെ അവാച്യമായൊരനുഭവം. ഏതാണ്ട് 20 മിനിറ്റോളം അവനൊരു അവാച്യമായൊരു അനുഭൂതിയിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഒരനുഭവം അവനുണ്ടായി. കാർലോ അക്യൂട്ടീസ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടും പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കുന്നതായിട്ടും അവൻ അനുഭവപ്പെട്ടു. അവൻ്റെ ചിന്തകളെല്ലാം, ഇതുവരെ ഉണ്ടായിരുന്ന ചിന്തകളെല്ലാം ചില്ലു കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഏതാണ്ട് 20 മിനിറ്റത്തെ ഈ അനുഭവത്തിന് ശേഷം അവൻ അവിടെ മുട്ടുകുത്തി. അവനറിയില്ല, അവൻ്റെ കണ്ണുനീർ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവൻ കരയാൻ തുടങ്ങി, വിതുമ്പി കരയാൻ തുടങ്ങി. ഒരു ഫിലിമിൽ എന്ന പോലെ അവൻ്റെ കുട്ടിക്കാലം മുതലുള്ള അവൻ്റെ എല്ലാ തെറ്റുകളും മുന്നിലേക്ക് ഓരോന്നായി കടന്നു വന്നു. അവനവൻ്റെ പിൻകാല ചിന്തകളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചും അവൻ ചിന്തിച്ചു. അവനേറെ ദുഃഖമുണ്ടായി, വിഷമമുണ്ടായി. അവൻ ആ രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. തൻ്റെ മനസ്സിന് അഗാധമായൊരു മാറ്റം, എന്തോ ഒരു വലിയ ഭാരം അവൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടതുപോലെ. അവസാനം നേരം വെളുക്കും വരെ അവനിങ്ങനെ ആ ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഒരു പ്രത്യേക അനുഭവത്തിലായിരുന്നു. അവനറിയാതെ ഉരുവിട്ടു, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇതുവരെ ചെയ്തു പോയിട്ടുള്ള എൻ്റെ എല്ലാവിധ പാപങ്ങളും എന്നോട് പൊറുക്കണമേ. കാർലോ അക്യൂട്ടീസിനെ പോലെ ഇനിയുള്ള ജീവിതം അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. നേരം വെളുക്കാറായപ്പോൾ ഏതോ പ്രഭാത യാമത്തിലവൻ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിലും അവൻ നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ട് മാലാഖമാരും സ്വർഗം തുറന്നിരിക്കുന്നതായിട്ടും കാർലോ അക്യൂട്ടീസ് മറ്റു വിശുദ്ധരോടൊപ്പം സ്വർഗത്തിലായിരിക്കുന്നതായിട്ടും എല്ലാം അവൻ ദർശനത്തിൽ കണ്ടു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി മാറി. അവൻ്റെ ക്ലാസ്സിൽ അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് മാറ്റങ്ങൾ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അവൻ അടുത്ത ദിവസം മുതൽ പള്ളിയിൽ പോകാൻ തുടങ്ങി. ദൈവബലിയിൽ പങ്കെടുക്കാൻ തുടങ്ങി. യുക്തിവാദ സംഘടനകളെയും മീറ്റിങ്ങുകളെയും അവൻ എന്നേക്കുമായി ഉപേക്ഷിച്ചു. അവൻ തൻ്റെ ജീവിത രീതികളെല്ലാം ഓർത്ത് കൂടെ പശ്ചാത്തപിച്ച് കുമ്പസാരിക്കാൻ തുടങ്ങി. ആ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ അവനൊരു തീരുമാനമെടുത്തു. അവൻ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. അതേ പ്രിയമുള്ളവരെ,
12-ാമത്തെ വയസ്സിൽ യുക്തിവാദിയായിരുന്ന ആ ലൊറൻസോ ഇന്ന് ഒരു കത്തോലിക്ക വൈദികനായിട്ട് സാൻ മരിയ കത്തീഡ്രലിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ജോലി ചെയ്യുന്നു. മിലാനിലുള്ള സാന്റ് മരിയ കത്തീഡ്രലിലെ വികാരിയച്ഛനാണ് ഇന്ന് ഈ പറഞ്ഞ ലോറൻസോ. നമുക്കും വിശുദ്ധ കാർലോ അക്യൂട്ടീസിനോട് പ്രാർത്ഥിക്കാം. കേവലം 15 വയസ്സുകൾ മാത്രം ജീവിച്ച് 15 വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ ഒന്നൊന്നായി കയറിയ ഒരു മിസ്റ്റിക്കായ അല്ലയോ വിശുദ്ധ കാർലോ അക്യൂട്ടീസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. വിശുദ്ധിയുടെ പാതയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. ആമേൻ.